ടോട്ടൽ മണി മേക്ക് ഓവർ ഡേവ് രാംസെ. നിങ്ങളും ഒരിടത്തരം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ ലോൺ, EMI, ക്രെഡിറ്റ് കാർഡ് എന്നിവയുടെ കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ആദ്യ ചുവട് വയ്ക്കാനും സഹായിക്കുന്ന 10 പ്രായോഗിക വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഞങ്ങൾക്ക് പ്രചോദനം ലഭിക്കാൻ ലൈക്ക് ചെയ്യുക. 1. നിങ്ങളുടെ ലോണുകളെ കുറിച്ച് മനസ്സിലാക്കുക. മിക്ക ആളുകളും അവരുടെ EMI തുകയെക്കുറിച്ച് മാത്രമേ അറിയൂ. എന്നാൽ അവരുടെ ആകെ ലോൺ എത്ര ബാക്കിയുണ്ടെന്നോ, എത്ര ലോണിന് എത്ര പലിശയാണ് ഈടാക്കുന്നതെന്നോ, EMI എത്ര ഭാഗം മുതലിലേക്ക് അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് മാറുന്നു, എത്ര ഭാഗം പലിശയിലേക്ക് പോകുന്നു എന്ന് അവർക്കറിയില്ല. നിങ്ങളുടെ എല്ലാ ലോണുകളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഒരു എക്സൽ ഷീറ്റിലോ നോട്ട് ബുക്കിലോ ഇത് എഴുതുക. ലോണിന്റെ പേര്, ബാങ്കിന്റെയോ കമ്പനിയുടെ പേര്, EMI തുക, ആകെ ലോൺ തുക, ഇതുവരെ അടച്ചത്, ബാക്കിയുള്ള മുതൽ, പലിശ നിരക്ക്, EMIയുടെ അവസാന തീയതി. ഇത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 3 ലോണുകളുണ്ട്. ഒരു പേഴ്സണൽ ലോൺ 3 ലക്ഷം രൂപയുടെ, ഒരു ക്രെഡിറ്റ് കാർഡ് ലോൺ 1 ലക്ഷം രൂപയുടെ, ഒരു ബൈക്ക് ലോൺ 88,000 രൂപയുടെ. പലിശ എത്രയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ EMI അടച്ചുകൊണ്ടിരുന്നാൽ വർഷങ്ങളോളം നിങ്ങൾ ഈ കെണിയിൽ തന്നെ തുടരും. എന്നാൽ ക്രെഡിറ്റ് കാർഡിന് 42% പലിശയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ആദ്യം അടച്ചു തീർക്കാൻ പദ്ധതിയിടുക. 2. ഉയർന്ന പലിശയടവുള്ള ലോണുകൾ ആദ്യം അടച്ചു തീർക്കണം. നിങ്ങൾക്ക് ഒന്നിലധികം ലോണുകൾ ഉള്ളപ്പോൾ ഓരോ ലോണിന്റെയും പലിശ നിരക്ക് വ്യത്യസ്തമായിരിക്കും. ഏറ്റവും ചെലവേറിയ, അതായത് ഏറ്റവും കൂടുതൽ പലിശയുള്ള ലോണുകൾക്ക് ആദ്യം അടച്ചു തീർക്കുന്നതാണ് ഏറ്റവും വിവേകപൂർണമായ നടപടി. ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ പോലെയുള്ള ഉയർന്ന പലിശയടവുള്ള ലോണുകൾ നിങ്ങളുടെ പണം നിശബ്ദമായി കവർന്നെടുക്കും. ഇവയുടെ പലിശ നിരക്ക് 24% മുതൽ 52% വരെയാകാം. അതേസമയം ഭവന വായ്പ പോലുള്ള ലോണുകൾക്ക് 8 മുതൽ 10% വരെയാണ് പലിശ. നിങ്ങൾ കുറഞ്ഞ പലിശയുള്ള ലോൺ ആദ്യം അടയ്ക്കാൻ ശ്രമിച്ചാൽ കൂടിയ പലിശയുള്ള ലോണിന്റെ പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ കടം ഒരിക്കലും തീരുകയുമില്ല. എല്ലാ ലോണുകളുടെയും പലിശ നിരക്കുകൾ പട്ടികപ്പെടുത്തുക. ഉയർന്ന പലിശയുള്ള ലോണിന്റെ EMI കൂടാതെ അധിക തുക അടയ്ക്കുക. മറ്റുള്ള ലോണുകളിൽ മിനിമം EMI അടയ്ക്കുന്നത് തുടരുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 90,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ട്. അതിന് 36% പലിശയാണ്. നിങ്ങൾ മിനിമം പേയ്മെന്റ് മാത്രം നടത്തുകയാണെങ്കിൽ ആ ലോൺ തീരാൻ വർഷങ്ങളെടുക്കും. 90,000 രൂപയ്ക്ക് പകരം നിങ്ങൾ 3 ലക്ഷം രൂപ വരെ അടയ്ക്കേണ്ടി വന്നേക്കാം. 3. ചിലവുകൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ EMI അടച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമോ കടം വീട്ടാനുള്ള അധിക ശേഷിയോ ഉണ്ടാകില്ല. കടത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ചിലവുകൾ നിയന്ത്രിക്കുക എന്നതാണ്. അനാവശ്യ ചിലവുകളെ നിങ്ങളെ എല്ലാ മാസവും കടം വാങ്ങാൻ പ്രേരിപ്പിക്കും. EMI അടച്ച ശേഷം പണം മിച്ചം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അധിക പേയ്മെന്റുകൾ നടത്താൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ലാഭിക്കുന്നുവോ അത്രത്തോളം ലോണിന്റെ മുതൽ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ കഴിയും. ഓരോ മാസത്തെയും ചെലവ് ട്രാക്ക് ചെയ്യണം. ഒരു നല്ലൊരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് അത് പാലിക്കണം. ചെലവ് കുറയ്ക്കാനുള്ള ചില എളുപ്പ വഴികളും ഇനി പറയാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ശമ്പളം 50,000 രൂപയാണെന്ന് കരുതുക. അതിൽ 10,000 രൂപ EMI ആയി പോകുന്നു. നിങ്ങൾ എല്ലാ മാസവും 5,000 രൂപ അനാവശ്യ ചിലവുകൾക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് 2,000 ആക്കി കുറച്ച് ബാക്കി വരുന്ന 3,000 രൂപ എല്ലാ മാസവും നിങ്ങളുടെ ലോണിലേക്ക് അധികമായി അടയ്ക്കുക. ഒരു വർഷം കൊണ്ട് ഈ തുക 36,000 രൂപയാവും. ഇത് നിങ്ങളുടെ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കാൻ സഹായിക്കും. 4. അധിക വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലോണിന്റെ ഭാരമുള്ളപ്പോൾ ഒരു ജോലിയിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്നത് മതിയാവില്ല. അധിക വരുമാനം എന്നാൽ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കുക, കൂടുതൽ സമ്പാദിക്കുക, ടെൻഷൻ കുറയ്ക്കുക എന്നിവയാണ്. EMIയും മറ്റ് ചിലവുകളും കഴിഞ്ഞ് പണം മിച്ചം വന്നില്ലെങ്കിൽ ലോൺ അടച്ചു തീർക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അധിക വരുമാനം കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ലോണിന്റെ മുതൽ കുറയ്ക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ലോണിന്റെ കാലാവധി കുറയ്ക്കുകയും പലിശയിൽ വലിയ ലാഭം നൽകുകയും ചെയ്യും. ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്യുക. വീക്കെൻഡ് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ചെറിയ ജോലികൾ ഏറ്റെടുക്കുക. ഓൺലൈനായിട്ട് പണം സമ്പാദിക്കുക. നിഷ്ക്രിയ വരുമാനങ്ങൾ, അതായത് പാസീവ് ഇൻകങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രീലാൻസിങ്ങിലൂടെ മാസം 3,000 രൂപ അധികമായി സമ്പാദിക്കുകയും അത് മുഴുവനായും ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കുകയും ചെയ്താൽ ഓരോ വർഷവും 36,000 രൂപ അധികമായി അടയ്ക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ലോൺ 1 മുതൽ 2 വർഷം വരെ നേരത്തെ അടച്ചു തീർക്കാൻ സഹായിക്കും.
5. EMI പതുക്കെ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ, ഉദാഹരണത്തിന് ശമ്പള വർധനവോ, ബോണസ്, ഫ്രീലാൻസ് വരുമാനം അല്ലെങ്കിൽ സൈഡ് ഇൻകം ലഭിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം EMI വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കണം. EMI വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കാനും പലിശയിൽ ലക്ഷങ്ങൾ ലാഭിക്കാനും സാധിക്കും. ഒരു ഭവന വായ്പയുടെ EMI നിങ്ങൾ 500 രൂപ വർദ്ധിപ്പിച്ചാൽ പോലും ലോൺ 15 വർഷം കൊണ്ട് തീരുകയും 10 മുതൽ 12 ലക്ഷം വരെ പലിശ ഇനത്തിൽ ലാഭിക്കുകയും ചെയ്യാം. EMI വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിമാസ ചെലവുകൾ ശ്രദ്ധിക്കണം. ഒരു ബാലൻസ് അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമില്ലാതെ ലോൺ ടോപ്പ് അപ്പ് എടുക്കരുത്. വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് EMIയും വർദ്ധിപ്പിക്കണം. ജീവിതഭാരം ലഘൂകരിക്കാൻ ലോണിന്റെ കയർ സ്വയം ചെറുതാക്കുക. 6. സൈഡ് ഇൻകത്തിൽ നിന്ന് ലോൺ അടയ്ക്കുക. നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഫ്രീലാൻസിംഗ്, വാടക വരുമാനം, ഓൺലൈൻ ബിസിനസ്, ട്യൂഷൻ, യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ബ്ലോഗിംഗ് പോലുള്ള ഏതെങ്കിലും അധിക വരുമാനം സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ അത് ചെലവഴിക്കുന്നതിന് പകരം നേരിട്ട് ലോണിന്റെ പ്രീപേയ്മെന്റിനായി ഉപയോഗിക്കുക. ഇത് ലോൺ വേഗത്തിൽ തീരാനും പലിശയിൽ വലിയ ലാഭം ഉണ്ടാക്കാനും സഹായിക്കും. അതായത് സൈഡ് ഇൻകം ചെലവഴിക്കരുത്. നിങ്ങൾക്ക് സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ അത് എന്റർടൈൻമെന്റിനായിട്ട് ചെലവഴിച്ച് കളയരുത്. സൈഡ് ഇൻകത്തിനായിട്ട് പുതിയ കഴിവുകൾ വികസിപ്പിക്കണം. വാടക വരുമാനം ഉണ്ടെങ്കിൽ അത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്യണം. യഥാർത്ഥ ഉദാഹരണം: റാം 40 ലക്ഷം രൂപയുടെ ഭവന വായ്പ എടുത്തിരുന്നു. പാർട്ട് ടൈം ട്യൂഷനിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതിമാസം 5000 രൂപ അധികം വരുമാനം കിട്ടാൻ തുടങ്ങി. ഓരോ 6 മാസത്തിലും അദ്ദേഹം 30,000 രൂപ പ്രീപേയ്മെന്റ് ചെയ്തു. ഫലമായി അദ്ദേഹം തന്റെ ലോണിന്റെ കാലാവധി 5 വർഷം കുറയ്ക്കുകയും 7 ലക്ഷത്തിലധികം രൂപ പലിശ ഇനത്തിൽ ലാഭിക്കുകയും ചെയ്തു. 8. ലോൺ റീഫിനാൻസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ലോൺ റീഫിനാൻസിംഗ് എന്നാൽ നിങ്ങളുടെ പഴയ ലോണിന് പകരം ഒരു പുതിയ ലോൺ എടുക്കുന്നതാണ്. കുറഞ്ഞ പലിശ നിരക്കോ മികച്ച വ്യവസ്ഥകളോ നേടുക എന്നതാണ്. ഈ പ്രക്രിയയിൽ നിങ്ങളുടെ പഴയ ലോൺ അടച്ചു തീർക്കാൻ ഒരു പുതിയ ലോൺ എടുക്കേണ്ടി വരും. ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞ പലിശ നിരക്ക്, ലോണിന്റെ കാലാവധിയിൽ മാറ്റം വരുത്താം, പലിശയിൽ ലാഭവും കിട്ടും. ഇനി ഒരു ഉദാഹരണം പറയാം. ശർമാജിക്ക് 25 ലക്ഷം രൂപയുടെ ഭവന വായ്പ ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം 9% പലിശ നൽകിയിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പലിശ നിരക്ക് 7% കുറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ലോൺ റീഫിനാൻസ് ചെയ്തു. ഫലമായി അദ്ദേഹത്തിന്റെ EMI 25,000 രൂപയിൽ നിന്ന് 22,000 രൂപയായിട്ട് കുറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം 4 ലക്ഷം രൂപ പലിശ ഇനത്തിൽ ലാഭിക്കുകയാണ്. ഇനി 9ാമത്തെ മെത്തേഡാണ് മാനസികമായിട്ട് തയ്യാറെടുക്കുക. ലോൺ അടച്ചു തീർക്കുന്ന പ്രക്രിയ ഒരു സാമ്പത്തിക തന്ത്രം മാത്രമല്ല, മാനസികമായ ശക്തിക്കും ക്ഷമയ്ക്കും ആവശ്യപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾ ഒരു വലിയ കടം തിരിച്ചടയ്ക്കുമ്പോൾ അത് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുക മാത്രമല്ല, നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും അത് ബാധിച്ചേക്കാം. അതിനാൽ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. മാനസികമായി തയ്യാറെടുക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? സമ്മർദ്ദം, അതായത് സ്ട്രെസ് കുറയും, ക്ഷമ നിലനിർത്താൻ സാധിക്കും, ദീർഘകാലത്തേക്ക് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് നിലനിർത്താൻ സാധിക്കും, അച്ചടക്കം ഉണ്ടാവും. ഇനി ഉദാഹരണം പറയാം. വികാസ് 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ എടുത്തിരുന്നു. എന്നാൽ എല്ലാ മാസവും EMI അടയ്ക്കുന്നത് അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായിട്ട് തോന്നി. ഇത് ഒരു താൽക്കാലിക അവസ്ഥയാണെന്നും ഒരു ദിവസം താൻ ഈ ലോൺ അടച്ചു തീർക്കുമെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞ് മാനസികമായി തയ്യാറെടുത്തു. അദ്ദേഹം പതുക്കെ തന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. മാസാവസാനം മിച്ചം വരുന്ന തുക ഉപയോഗിച്ച് അദ്ദേഹം അധികം പേയ്മെന്റ് നടത്തി. ഓരോ ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴും സ്വയം അഭിനന്ദിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മുഴുവൻ തുകയും അടച്ചു തീർത്തു. ഈ വിജയം നേടാൻ തന്നെ സഹായിച്ചത് മാനസികമായ തയ്യാറെടുപ്പാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. 10. പ്രൊഫഷണൽ സഹായം തേടുക. ചിലപ്പോൾ നമ്മൾ തനിച്ച് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ പ്രക്രിയ വളരെ സങ്കീർണമായി തോന്നിയേക്കാം. പണത്തിന്റെ കുറവ്, പലിശ നിരക്കുകളെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുന്നത് വിവേകപൂർണമായ ഒരു നടപടിയാണ്. ഒരു പ്രൊഫഷണലിന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ലഭിക്കാം? ശരിയായ സാമ്പത്തിക മാർഗനിർദ്ദേശം. ഒരു സാമ്പത്തിക വിദഗ്ധനോ കൺസൾട്ടന്റിനോ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയും. അവർ നിങ്ങളുടെ ചെലവുകൾ വിശകലനം ചെയ്യുകയും കൃത്യസമയത്ത് EMI അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തമായ പദ്ധതി നൽകുകയും ചെയ്യും. റീസ്ട്രക്ചറിംഗ് അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഓപ്ഷനുകൾ. ലോൺ അടയ്ക്കുന്നതിന് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന് ലോൺ റീസ്ട്രക്ചർ ചെയ്യാനോ കൺസോളിഡേറ്റ് ചെയ്യാനോ സഹായിക്കാനാവും. ഇതിനർത്ഥം നിങ്ങളുടെ വിവിധ വായ്പാ ഗഡുക്കൾ ഒന്നാക്കി മാറ്റുകയും നിങ്ങൾക്ക് ഒരൊറ്റ EMI അടയ്ക്കുകയും മികച്ച സമയപരിധി ലഭിക്കുകയും ചെയ്യും. പലിശ നിരക്കുകളിൽ മാറ്റം. ലോണിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനായിട്ട് ബാങ്കുമായി എങ്ങനെ ചർച്ച നടത്താമെന്ന് ഒരു വിദഗ്ധന് ഉപദേശിക്കാൻ കഴിയും. കടം തീർക്കാനുള്ള തന്ത്രങ്ങൾ ഒരു വിദഗ്ധന് ഉപദേശിക്കാൻ കഴിയും. കടം തീർക്കാനുള്ള മികച്ച തന്ത്രങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധന് അറിയാം. ഏത് ക്രമത്തിലാണ് കടങ്ങൾ അടച്ചു തീർക്കേണ്ടതെന്ന് അവർ നിങ്ങളോട് പറയും. ഉയർന്ന പലിശ നിരക്കുള്ള
കടങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഡെപ്റ്റ് സ്നോബോൾ രീതി. സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള പദ്ധതി. ജോലി നഷ്ടപ്പെടുക, അസുഖം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ വരുമാനം കുറയുക തുടങ്ങിയ പ്രതിസന്ധികളെ നേരിടാനും ഒരു പ്രൊഫഷണലിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഉദാഹരണം, സമീറിന് 10 ലക്ഷം രൂപയുടെ ലോൺ അടച്ചു തീർക്കാനുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിന്റെ ബിസിനസ് ശരിയായി നടക്കാത്തതിനാൽ അദ്ദേഹത്തിന് ഇ എം ഐ കൃത്യമായി അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം ഒരു സാമ്പത്തിക കൺസൾട്ടന്റുമായി ബന്ധപ്പെട്ടു. കൺസൾട്ടന്റ് അദ്ദേഹത്തിന് വരുമാനവും ചെലവും വിലയിരുത്തി ഒരു ലോൺ കൺസോളിഡേഷൻ പ്ലാൻ നൽകി. ഇതിലൂടെ സമീറിന് ഒരൊറ്റ ഇ എം ഐ അടച്ചാൽ മതിയായി. കടം വീട്ടുന്നതിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം കിട്ടി. പ്രൊഫഷണൽ സഹായം തേടുന്നതിലെ അപകട സാധ്യത. ചാർജുകളും ഫീസുകളും. പ്രൊഫഷണൽ സഹായം തേടുമ്പോൾ നിങ്ങൾ സേവന ഫീസ് നൽകേണ്ടി വന്നേക്കാം. തെറ്റായ ഉപദേശത്തിന്റെ അപകടം ഉണ്ടാവാം. നിങ്ങൾ തെറ്റായ ഒരു പ്രൊഫഷണലിനെ നിന്ന് ഉപദേശം തേടിയാൽ അത് നിങ്ങളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കിയേക്കാം. അതിനാൽ ഏതെങ്കിലും പ്രൊഫഷണലിന്റെ സഹായം തേടുന്നതിന് മുമ്പ് അവരുടെ യോഗ്യതയും അനുഭവപരിചയവും പൂർണ്ണമായിട്ട് പരിശോധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.